ചെറിയ മേഖലയിലേക്കുണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ആ വാഹന ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഉത്തരമായിരിക്കും ഇപ്പോൾ ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തി വരുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് നമുക്ക് ഈ ഒരു ഘട്ടത്തിലെത്താൻ കഴിയില്ല. അത് മുകൾ തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ ആ കാര്യത്തിലെല്ലാം സ്ഥിരീകരണം നൽകുന്ന അതിപ്പോൾ ആ മുകൾ ഭാഗത്തേക്ക് ഉൾപ്പെടെയുള്ള ഡ്രഡ്ജർ പുറത്തേക്കെത്തിക്കുന്ന ലോഹഭാഗം അർജുന്റെ വണ്ടിയുടേതാണോ, അർജുന്റെ ലോറിയുടേതാണോ? ഒരു കറുത്ത നിറത്തുള്ള ലോഹഭാഗം പുറത്തേക്ക് എടുക്കുകയാണ്. അത് അർജുന്റെ വാഹനമാണ് എന്നതിന്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. മാസങ്ങൾക്കിപ്പുറം അർജുന്റെ ലോറിയുടെ ഭാഗം പുറത്തേക്ക് എത്തുകയാണ്. ദീപക് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു ലോഹഭാഗം. ടയർ അടക്കമുള്ള ഭാഗമാണ് പുറത്തേക്ക് വരുന്നത്. ദീപക്, വിവരങ്ങൾ. ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു കേബിൻ പാർട്ടാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ വ്യക്തതയിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ആ വാഹനത്തിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അത് ഉയർത്തിയെത്തുന്നു എന്നുള്ള സൂചനകൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക. അർജുന്റെ വാഹനം തന്നെ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്.